എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മഴക്കാലത്താകട്ടെ വേനൽക്കാലത്താകട്ടെ ഇൻ്റർലോക്ക് വിരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന ഒരു 6 പ്രശ്നങ്ങളും അതിനുള്ള സൊല്യൂഷനും ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. Number 1. The powers are uneven and sitting at the different heights. അതെ, നമ്മൾ ഈ പാവിംഗ് ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ചില കട്ടകൾ ഉയരം കൂടിയിട്ടും കുറഞ്ഞിട്ടും പൊങ്ങി താന്നും കിടക്കുന്നത്. ഇതിന് പ്രധാന കാരണം നമ്മൾ വിരിക്കുമ്പോൾ ഈ മണൽ ഉപയോഗിച്ച് വിരിക്കുകയാണെങ്കിൽ ഇതിന് ഈർപ്പം തട്ടുന്നതിന് ശേഷം അത് കുറച്ച് മരവിച്ചതിന് ശേഷം പിന്നെ വെയിൽ വെച്ച് ചൂടാകുമ്പോൾ അത് വികസിക്കും. അപ്പോൾ നമ്മൾ ചിലത് ഉയരം കൂടിയും കുറച്ച് വികസിക്കുമ്പോൾ ഉയരം കൂടി വരും. അതാണ് ഇതിൻ്റെ കാരണം. നമ്മൾ അടിയിൽ മണലാണോ അങ്ങനത്തെ പൊടികളാണോ ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് നീക്കം ചെയ്ത് ചിപ്സിൻ്റെ മെറ്റൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക, ചില്ലി ഇട്ട് കൊടുക്കുക. അതാകുമ്പോൾ മഴക്കാലമാകുമ്പോൾ കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിരിക്കും ഈ ചില്ലി ഇടുന്നത്. അപ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവില്ല. Number 2. The powers along a fixed edge are disappear. പാവിങ് കഴിഞ്ഞതിന് ശേഷം ബ്രിക്സുകളുടെ ഇടയിൽ ചെറിയ ഗ്യാപ്പ് വരുന്നത് നമ്മളെ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഇതിന് കാരണം ബ്രിക്സുകളുടെ ഇടയിൽ അടിയിൽ കൂടെ ഉള്ള മണൽ ഒലിച്ചു പോകുന്നതാണ് ഇതിന് പ്രധാന കാരണം. ഈ പ്രശ്നം പരിഹരിക്കാൻ ഇതിൻ്റെ സൈഡിൽ കൂടെ അടിത്തട്ട് കൂടെ ഈ ഫിൽട്രേഷൻ സിസ്റ്റോ അല്ലെങ്കിൽ ഡ്രൈനേജ് സിസ്റ്റോ ഉറപ്പ് വരുത്തിയാൽ ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് അടിയിൽ കൂടെ ഒരുപാടുണ്ടെങ്കിൽ അതിന് ഡ്രൈനേജ് സിസ്റ്റം ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. തേർഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ an area of powers are settled. അതായത് ഒരു പ്രദേശം മാത്രം താണ് കിടക്കുന്ന ഒരു സന്ദർഭമാണ്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടത്തിന് ഒരു വളഞ്ഞിട്ടുള്ള താണ് പൊങ്ങിയിട്ടുള്ള പ്രദേശമാണെങ്കിൽ നമ്മൾ ഇൻ്റർലോക്ക് വിരിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും. അതിൻ്റെ അടിയിലുള്ള മണ്ണുകളൊന്നും സെറ്റാക്കാതെ അതേപോലെ തന്നെ വിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നല്ല ഡിസൈനായിട്ട് കരുതി വരുമെന്ന് വിചാരിച്ചാണ് പലരും ഇങ്ങനെ വിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്യരുത്. ആ താണ് കിടക്കുന്ന സ്ഥലം വളരെ നന്നായിട്ട് കൂടുതൽ മണ്ണല്ല കൂടുതൽ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചില്ലി തന്നെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടത്. അത് ഉപയോഗിച്ച് നല്ല ഹൈറ്റിൽ ലെവൽ ചെയ്ത് വിരിക്കുകയാണ് വേണ്ടത്. എന്നാൽ ഈ പ്രശ്നം പറ്റും. അടുത്തത് 4ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ദ ബോർഡേഴ്സ് പവേഴ്സ് ലുക്സ് ലൈക്ക് ദേ ആർ ഫാളിങ് ഓഫ്. അത് ഇൻ്റർലോക്ക് വിരിക്കുന്നതിൻ്റെ എഡ്ജ് ഭാഗത്തായിട്ട് നമ്മൾ ചുമരിനോട് ഒരു കട്ട വിട്ടതിന് ശേഷം ഗ്യാപ്പുകൾ ഉണ്ടാകുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഇതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ചുമരിനോട് ചേർന്ന് ഒരു 2 ഇഞ്ച് ഗ്യാപ്പ് വെച്ചിട്ട് ഒരു സിമെൻറ്റ് ഇടാനുള്ള സംഭവം ഉണ്ടാക്കാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുന്നത്. അരികിൽ സിമെൻറ്റ് 2 ഇഞ്ച് കനത്തിൽ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അതിൽ കുറച്ച് ചില്ലി ഇടുക, ഒരു 3/4 ഭാഗം ചില്ലി ഇട്ട് അതിൻ്റെ മുകളിൽ ഗ്രൗട്ട് ഇട്ടിട്ട് അടയ്ക്കുകയാണ് വേണ്ടത്. എങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അടുത്ത പ്രധാനമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇൻ്റർലോക്കിൻ്റെ മുകളിലൂടെ വെള്ളം ഒഴുകുന്ന ഒരു സന്ദർഭമാണ്. ഇതിന് കാരണം ലെവലിങ് കൃത്യതയല്ലാതെ ചെയ്യുന്നതാണ് ഇതിന് പ്രധാന കാരണം. അതുപോലെ തന്നെ ലെവലിങ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഒതുങ്ങി നിൽക്കാത്തത് ഇതിനൊരു കാരണമായിരിക്കും. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വാട്ടർ സ്ലോപ്പ് എങ്ങോട്ടാണോ വെള്ളം പോകേണ്ടത് ആ ദിശയിലേക്ക് സ്ലോപ്പ് അടിസ്ഥാനമാക്കിയിട്ട് ലെവൽ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പിന്നെ മഴക്കാലത്തൊക്കെയാണ് നമ്മൾ വിരിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു വൈബ്രേറ്റിംഗ് മെഷീൻ ഉണ്ടാവും. കോറി വേസ്റ്റോ സ്ലറിയോ എന്താണ് ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ അത് ഇട്ടതിന് ശേഷം ഈ വൈബ്രേഷൻ മെഷീൻ ഇട്ടിട്ട് ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷം മാത്രം ചില്ലി ഇടുക, അതിന് ശേഷം മാത്രം വിരിക്കുക. എങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ല. നമ്മൾ വാട്ടർ ലെവൽ വളരെ വ്യക്തമായിട്ട് അടിസ്ഥാനമാക്കിയിട്ട് വേണം ഈ പ്രക്രിയ ചെയ്യാൻ. ഏറ്റവും ലാസ്റ്റിലത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർലോക്ക് വിരിക്കുമ്പം പവേഴ്സ് കൃത്യതയില്ലാതെ കിടക്കുന്നത്. ഇതിന് പ്രധാന കാരണം നമ്മൾ ഇൻ്റർലോക്ക് വർക്ക് ഫുള്ള് ഫിനിഷ് ചെയ്തതിന് ശേഷം ചെറിയ തരിമണൽ ഇൻ്റർലോക്കിൻ്റെ മുകളിൽ കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും അതിൻ്റെ ഗ്യാപ്പുകൾ എല്ലാ ഭാഗത്തും ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്യണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഈ മണൽത്തരികൾ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ വൈബ്രേറ്റിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്യുകയും കൂടി വേണം. എങ്കിൽ മാത്രമേ എല്ലാ ഗ്യാപ്പിലും ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇളക്കം കാര്യങ്ങളൊന്നും വരില്ല. വളരെ കൃത്യതയിൽ പൊക്കവും താഴ്ചയൊന്നും ഇല്ലാണ്ട് ഒരേ ലെവലിൽ കിട്ടുകയും ചെയ്യും.
അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.